സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ പുതപ്പ് എന്ന യൂണിറ്റ് ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ ഘടന, സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ എന്നൊരു ഭാഗമാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്തരീക്ഷ ഘടന. ശ്രദ്ധിക്കാം. The composition of atmosphere is somewhat uniform up to about 90 kilometers from the surface of the earth. നമ്മൾ നേരത്തെ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ എർത്തിന്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് സർഫസ് നിന്ന്, നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 10,000 കിലോമീറ്റർ വരെ എക്സ്റ്റൻഷനിലാണ്, ഒരു 10,000 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയുടെ സർഫസ് നിന്ന് ഒരു 10,000 കിലോമീറ്ററോളം ഉയരത്തിൽ എന്തുണ്ട്, ഭൂമിയെ പൊതിഞ്ഞുകൊണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ അന്തരീക്ഷത്തിന്റെ ദി കമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് സംവാട്ട് യൂണിഫോം അപ് ടു അബൌട്ട് 90 കിലോമീറ്റേഴ്സ് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന്, ഭൂമിയുടെ സർഫസ് നിന്ന്, ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ, ഏകദേശം 90 കിലോമീറ്റർ വരെയുള്ള ഭാഗം ഏറെക്കുറെ എന്താണ്, ഒരേപോലെയാണ്. അവിടുത്തെ ഗ്യാസസിന്റെ കാര്യങ്ങളും ഒക്കെ ഏറെക്കുറെ ഒരേപോലെയാണ്. ഒരു യൂണിഫോമിറ്റി ആദ്യത്തെ 90 കിലോമീറ്റേഴ്സിന്റെ അവിടം വരെ, നമ്മുടെ സർഫസ് നിന്ന് ആദ്യത്തെ ഒരു 90, ഏകദേശം ഒരു 90 കിലോമീറ്റർ ഉയരം വരെ, അന്തരീക്ഷത്തിന്റെ 90 കിലോമീറ്റർ ഉയരം വരെ ഏറെക്കുറെ വാതകങ്ങൾ, ഗ്യാസസിന്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്താണ്, ഒരേപോലെയാണ്, യൂണിഫോം ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹോമോസ്ഫിയർ. അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം ഫീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തിന്, ആദ്യത്തെ 90 കിലോമീറ്റേഴ്സ് വരുന്ന അറ്റ്മോസ്ഫിയറിന്റെ ആ ഒരു പോർഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഹോമോസ്ഫിയർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, ഹോമോസ്ഫിയർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ബിയോണ്ട് ദിസ് ദർ ഈസ് നോ യൂണിഫോമിറ്റി ഇൻ ദി ഗ്യാസസ് കോമ്പോസിഷൻ. ഈ 90 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ഈ ഗ്യാസസിന്റെ കാര്യത്തിൽ, വാതകങ്ങളുടെ കാര്യത്തിലൊന്നും എന്തില്ല, ഒരു യൂണിഫോമിറ്റി ഇല്ല. പലതും പല അളവിലായിട്ട്, അത് ആദ്യത്തെ 90 കിലോമീറ്റേഴ്സ് വരെ എങ്ങനെയാണ് ഓരോ ഗ്യാസസും എത്ര പ്രപ്പോർഷനിലാണ് ഉണ്ടായിരുന്നത്, അതൊക്കെ മാറി ഈ ഒരു 90 കിലോമീറ്റർ കഴിയുമ്പോൾ അത് പല രൂപത്തിലായിട്ടാണ്. അവിടെ ഒരു യൂണിഫോമിറ്റി ഗ്യാസസിന്റെ കാര്യത്തിൽ, ഗ്യാസസ് കോമ്പോസിഷന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആദ്യത്തെ 90 കിലോമീറ്റേഴ്സ് വരെയുള്ള അറ്റ്മോസ്ഫിയറിന്റെ ഭാഗത്തെ നമ്മൾ ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കാരണം ദി കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് സംവാട്ട് യൂണിഫോം അപ് ടു അബൌട്ട് 90 കിലോമീറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അതിനുശേഷമുള്ള ഭാഗം ഇവിടെ പറയുന്നു ബിയോണ്ട് ദിസ് 90 കിലോമീറ്റേഴ്സ്. ഈ ഒരു 90 കിലോമീറ്റർ കഴിഞ്ഞാൽ no uniformity in the gases composition. So the part of the atmosphere beyond 90 kilometer from the earth is called heterosphere. ശ്രദ്ധിക്കണം, രണ്ടാമത്തെ ടേം ആണ്. ഈ 90 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല, ഈ ഗ്യാസസ് കോമ്പോസിഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വാതകങ്ങളുടെയൊക്കെ ഒരു അളവിന്റെ കാര്യത്തിൽ എന്തില്ല, ഒരു ഐക്യരൂപം, ഒരു യൂണിഫോമിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ 90 കിലോമീറ്റേഴ്സിന്റെ മുകളിലേക്കുള്ള ഭാഗത്തെ, അറ്റ്മോസ്ഫിയറിന്റെ 90 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് ഹെറ്ററോസ്ഫിയർ എന്നുമാണ്. അപ്പോൾ ആദ്യത്തെ 90 കിലോമീറ്റേഴ്സ് വരെയുള്ള ഭാഗം ഹോമോസ്ഫിയർ, അതേപോലെ ആ 90 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ ഹെറ്ററോസ്ഫിയർ എന്നും പറയാം. Based on the temperature at different levels, atmosphere can be divided into different layers. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. 100% നമുക്ക് ഷുവർ പറയാൻ പറ്റുന്ന, എക്സാമിന് 100% ഷുവർ ആയിട്ടും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് എന്ത് വരും, ചോദ്യം വരും, യാതൊരു സംശയവും വേണ്ട. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മൾ അതിലേക്കാണ് പ്രവേശിക്കുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കുക. Based on the temperature at different levels, atmosphere can be divided into different layers. അതായത് അറ്റ്മോസ്ഫിയറിന്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സർഫസ് നിന്ന് മുകളിലോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഓരോ ലെവലും ഓരോ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചർ വേരിയേഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിനെ ഡിഫറെന്റ് ലെയേഴ്സ് ആക്കി, ഡിഫറെന്റ് മണ്ഡലങ്ങളാക്കി, പലതരത്തിലുള്ള പാളികളാക്കി, മണ്ഡലങ്ങളാക്കി, അല്ലെങ്കിൽ ലെയേഴ്സ് ആക്കി നമ്മൾ തിരിക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിനെ നമ്മൾ ഡിഫറെന്റ് ലെയേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഫ്രം ദി ഗിവൻ ഡയഗ്രാം യു ക്യാൻ റീഡ് ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ക്യാൻ ഐഡന്റിഫൈ ദി ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഇവിടെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ നമുക്ക് അറ്റ്മോസ്ഫിയറിലെ ഡിഫറെന്റ് ലെയേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം. അതേപോലെ തന്നെ
ടെമ്പറേച്ചറിൻ്റെ ഒരു വേരിയേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ചിത്രത്തിൽ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം ഏതൊക്കെയാണ് ആ ഒരു എന്താ പറയുക ഈ ഡിഫറെൻറ്റ് ലെയേഴ്സ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഏറ്റവും താഴെ ഞാനിവിടെ മൗസ് പോയിന്റർ കൊണ്ടുപോയിട്ടുള്ള ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രോപ്പോസ്ഫിയർ എന്ന് കാണാം, അതിൻ്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിൻ്റെ മുകളിൽ മിസോസ്ഫിയർ, അതിൻ്റെ മുകളിൽ തെർമോസ്ഫിയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സ് ആണ്, അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിനെ പറ്റിയാണ്, അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഈച്ച് layer in the atmosphere has its own indigenous characteristics. ഈ ഓരോ ലെയറിനും എന്തുണ്ട്, ഓരോ ലെയറിനും അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. And let's see the characteristics of atmospheric layers as well as their significance on us. അപ്പോൾ ഈ ഓരോ ലെയറിൻ്റെയും ഓരോ അറ്റ്മോസ്ഫറിക് ലെയറിൻ്റെയും ഫീച്ചേഴ്സും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെയാണ് നമ്മൾ, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യമൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെയേഴ്സ് ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. അതിനിടയിൽ ചില പേരുകൾ കാണാം, അതെന്താണെന്ന് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ആദ്യത്തെ ലെയർ ആണ്. ഓക്കെ, ശ്രദ്ധിക്കാം അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ട്രോപ്പോസ്ഫിയർ. This layer extends up to about 90 kilometers from the surface of the earth and lies close to the earth. ആദ്യത്തെ ഫീച്ചർ പറയുന്നു ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ദിസ് ലെയർ എക്സ്റ്റെൻഡ്സ് അപ് ടു അബൌട്ട് 90 kilometers from the surface of the earth and lies close to the earth. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ലെയറാണ്, നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ലെയറാണ് ഇത്. ആദ്യത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഏകദേശം അറ്റ്മോസ്ഫിയറിന്റെ ആദ്യത്തെ 90 kilometers വരെ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹോമോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഭാഗം ആദ്യത്തെ 90 kilometers ആണ്. അപ്പോൾ ആ ഒരു 90 kilometers വരെയാണ് ഇത് വരുന്നത്, ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിന്റെ ഒരു എക്സ്റ്റൻഷൻ വരുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പക്ഷെ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ പറഞ്ഞതിൽ ഞാൻ ടെക്സ്റ്റിൽ കണ്ട ഒരു ഓർഡറിൽ തന്നെ പറഞ്ഞു പോയത്, പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് എബൌട്ട് 90 kilometers അല്ല, അതൊരു തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അവിടെ 90 അല്ല വരിക, അവിടെ എത്രയാണ് വരിക? അവിടെ 13 ആണ്, 13 ആണ്, 13. ദിസ് ലെയർ എക്സ്റ്റെൻഡ്സ് അപ് ടു എബൌട്ട് 13 kilometers from the surface of the earth and lies close to the earth. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് അവിടെയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, എത്രയാണ്? 90 അല്ല വരിക, ജസ്റ്റ് 13 kilometers. ഓക്കെ, സോ ട്രോപ്പോസ്ഫിയർ is layer extends up to about 13 kilometers from the surface of the earth and lies close to the earth. ഭൂമിയുടെ ഭൗമോപരിതലത്തോട് എർത്ത് സർഫസിനോട് ചേർന്ന് കിടക്കുന്ന ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. അത് ഏകദേശം 13 kilometers വരെയാണ് അതിന്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദി ഹൈറ്റ് ഓഫ് ദി ട്രോപ്പോസ്ഫിയർ ഈസ് മോർ ഇൻ ദി ഇക്വറ്റോറിയൽ റീജിയൻസ് ബിക്കോസ് ഓഫ് ദി സ്ട്രോങ് കൺവെക്ഷൻ ഹിയർ, ദറ്റ് ഈസ് അബൌട്ട് 18 kilometers. ഓക്കെ, അപ്പോൾ ഇതിന്റെ ട്രോപ്പോസ്ഫിയറിന്റെ എക്സ്റ്റൻഷൻ നോർമലി എത്രയാണ്? അത് ഒരു 13 kilometers വരെയാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇക്വറ്റോറിയൽ റീജിയൻസിൽ, ഭൂമധ്യരേഖാ പ്രദേശത്ത്, അവിടെ എയർ കൂടുതൽ ചൂട് പിടിച്ച് അല്ലെങ്കിൽ വായു കൂടുതൽ ചൂട് പിടിച്ച് ഉയരത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ ട്രോപ്പോസ്ഫിയറിന് കുറച്ചും കൂടി ഉയരമുണ്ട്. ഏകദേശം 18 kilometersോളം എവിടെ വരുന്നുണ്ട്? ട്രോപ്പോസ്ഫിയറിന് ഹൈറ്റ് എവിടെ വരുന്നുണ്ട്? ഈ പറയുന്ന ഇക്വറ്റോറിയൽ റീജിയനിൽ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇക്വറ്റോറിയൽ റീജിയനിൽ എത്ര വരുന്നുണ്ട്? ഒരു 18 kilometers വരെ അതിന്റെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. വൈ? ബിക്കോസ് ഓഫ് സ്ട്രോങ് കൺവെക്ഷൻ ഹിയർ. അതായത് വളരെ അവിടെ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. നമുക്കറിയാം സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ഹൈ ഇന്റൻസിയിൽ കിട്ടുന്ന, ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന, വെർട്ടിക്കലായിട്ട് കിട്ടുന്ന പ്രദേശമാണ് ഇക്വറ്റോറിയൽ റീജിയൻ, ഭൂമധ്യരേഖാ പ്രദേശം. അപ്പോൾ അവിടെ വായു ചൂട് പിടിച്ച് കുറെ ഉയരത്തിലേക്ക് കുറച്ചും കൂടി വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 18 kilometers വരെ ട്രോപ്പോസ്ഫിയർ എവിടെ കാണാം? നമുക്ക് ഈ പറയുന്ന ഇക്വറ്റോറിയൽ റീജിയൻസിൽ കാണാം. നോർമലി എത്രയാണ്? നോർമലി 13 kilometers ആണ്. അടുത്ത പോയിന്റിലേക്ക് നോക്കാം. Almost all the weather and climatic phenomena such as cloud formation, rain, snow, wind, thunder and lightning, etc. take place in this layer. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എക്സാമിന് പലപ്പോഴും ചോദിക്കുന്നതാണ് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ, ഈ പറയുന്ന ക്ലൈമറ്റിക് ഫെനോമിന ഒക്കെ ഏത് ലെയറിന്റെ ഭാഗമാണ്? എല്ലാം ട്രോപ്പോസ്ഫിയറിന്റെ ഭാഗം. എന്താ ഇവിടെ പറയുന്നത്? ഓൾമോസ്റ്റ് ഓൾ ദി വെതർ ആൻഡ് ക്ലൈമറ്റിക് ഫെനോമിന. അതായത്
നമ്മുടെ അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. ഈ പറയുന്ന ക്ലൗഡ് ഫോർമേഷൻ, മേഘങ്ങൾ ഉണ്ടാവുന്നത്, മേഘരൂപീകരണം, റെയിൻ, മഴ, സ്നോ, മഞ്ഞ്, വിൻഡ്, കാറ്റ്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എന്ന് പറയുമ്പോൾ ഇടിമിന്നൽ. ഈ പറയുന്ന പ്രതിഭാസങ്ങളെല്ലാം തന്നെ നമ്മൾ കാണപ്പെടുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, ഇതിലാണ് ട്രോപ്പോസ്ഫിയറിലാണ്, ആദ്യത്തെ ലെയറായ ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ, അപ്പൊ നേരത്തെ പറഞ്ഞ ഈ 13 എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദിസ് ലെയർ എക്സ്റ്റെൻഡ്സ് അപ് ടു അബൌട്ട് 13 കിലോമീറ്റർ ആണ്. അപ്പൊ ഞാനത് എഴുതിയ സാധനം ഒന്ന് ഇവിടെ ക്ലിയർ ചെയ്യാണ്. ഓക്കെ, വീണ്ടും അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. In the troposphere, the temperature decreases at a uniform rate of 1 degree Celsius for every 165 meters of altitude, and this is called normal lapse rate. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, പലപ്പോഴും ചോദ്യം വന്നിട്ടുള്ള കാര്യമാണ്. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്നറിയപ്പെടുന്നത്? എന്തോ ഒരു കാര്യത്തെ നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു. ക്രമമായ താപനഷ്ട നിരക്ക് എന്നൊക്കെ പറയാം. ഓക്കെ, ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻ ദി ട്രോപ്പോസ്ഫിയർ, the temperature decreases at a uniform rate of 1 degree Celsius for every 165 meters of altitude. അതായത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ 13 കിലോമീറ്റർ ഇക്വറ്റോറിയൽ റീജിയൻ ആണെങ്കിൽ 18 കിലോമീറ്റർ വരെയാണ് എന്തുള്ളത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ യൂണിഫോം റേറ്റ് ഓഫ് 1 ഡിഗ്രി സെൽഷ്യസ് ഫോർ എവറി 165 മീറ്റർ ഓഫ് ആൾട്ടിറ്റ്യൂഡ്. ഓരോ 165 മീറ്ററിനും, ഓക്കെ, ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ട്രോപ്പോസ്ഫിയറിൽ നമ്മുടെ എർത്ത് സർഫസ്, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ 1 ഡിഗ്രി കുറയുന്നുണ്ട്. വീണ്ടും ഒരു 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും 1 ഡിഗ്രി കുറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രത്യേകതയാണ്, ഇൻ ദി ട്രോപ്പോസ്ഫിയർ the temperature decreases at a uniform rate of 1 degree Celsius for every 165 meters of altitude. ഓക്കെ, ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? 1 ഡിഗ്രി എന്ന തോതിൽ, 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ടെമ്പറേച്ചർ, താപം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ എർത്ത് സർഫസിൽ 30 ഡിഗ്രി ആണെങ്കിൽ ഒരു 165 മീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ 1 ഡിഗ്രി കുറഞ്ഞ് 29 ഡിഗ്രി സെൽഷ്യസ് ആയി. ഒന്നുകൂടി ഒരു 165 മീറ്ററും കൂടി മുകളിലോട്ട് പോകുമ്പോൾ എത്രയായി? 28 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് വീതം കുറയുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് കോൾഡ് നോർമൽ ലാപ്സ് റേറ്റ്. നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് കാണാം. ദി സോൺ ഓഫ് ട്രാൻസിഷൻ അബൌവ് ദി ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപാസ്. ദി സോൺ ഓഫ് ട്രാൻസിഷൻ above the troposphere is called tropopause. അതായത് ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ്, ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും, ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് അടുത്ത ലെയർ സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പൊ ഈ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയറിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ സോൺ, ആ ഒരു രണ്ടും ഒന്നും അടുത്തയിലേക്ക് മാറുന്ന ആ ഒരു മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രോപ്പോപാസ്. ഓക്കെ, ട്രോപ്പോപാസ് എന്നാണ്. ഒന്നും കൂടി ശ്രദ്ധിക്കാം. ദി സോൺ ഓഫ് ട്രാൻസിഷൻ അബൌവ് ദി ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപാസ്. നമ്മുടെ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള ആ ഒരു ട്രാൻസിഷൻ മേഖലയാണ്, ആ ഒരു സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നത്. ആ ട്രോപ്പോപാസ് കടന്നിട്ടാണ് അടുത്ത ലെയറായ എവിടേക്ക് പോവുക? സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോവുക. അപ്പൊ ഇങ്ങനെ ഓരോ ലെയറിന്റെ ഇടയിൽ എന്തുണ്ട്? ഇങ്ങനെയുള്ള ഒരു ട്രാൻസിഷൻ സോൺ ഉണ്ട്. നമുക്ക് ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും, ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ട്രോപ്പോപാസ് ഉണ്ട്. സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞാൽ സ്ട്രാറ്റോപാസ് ഉണ്ട്. മെസോസ്ഫിയർ കഴിഞ്ഞാൽ മെസോപാസ് ഉണ്ട്. ഓർക്കാൻ സുഖമാണ്. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ ഉള്ള ട്രാൻസിഷൻ സോൺ ആണ് ട്രോപ്പോപാസ്. സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞാൽ സ്ട്രാറ്റോപാസ്. മെസോസ്ഫിയർ കഴിഞ്ഞാൽ മെസോപാസ്. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ ഓർക്കാനും പറ്റും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ റീഡിങ്ങിന്റെ ഒരു ബോക്സ് ആണ് ട്രാൻസിഷൻ സോൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അത് എക്സ്ട്രാ നോക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. Give reason for the comparatively low temperature experienced at places such as Ooty, Kodaikanal, Munnar, etc. ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ
പൊതുവേ ടെമ്പറേച്ചർ കുറവാണ്. അല്ലാത്ത സ്ഥലങ്ങളെ അപേക്ഷിച്ച് പൊതുവേ ടെമ്പറേച്ചർ കുറവാണ്, നമുക്കറിയാം. അത് എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺ എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതിന്റെ റീസൺ മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞു, ഇൻ ദി ട്രോപ്പോസ്ഫിയർ ആദ്യത്തെ 90 കിലോമീറ്റേഴ്സ് വരുന്ന ആദ്യത്തെ 13 കിലോമീറ്റേഴ്സ് വരുന്ന ഭാഗമാണ് ഇത് നമ്മുടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് ആദ്യത്തെ നമ്മൾ ജീവിക്കുന്ന, നമ്മളൊക്കെ പിന്നെ ശ്വസിക്കുന്ന വായു എല്ലാം എവിടെയാണ്? ഈ ട്രോപ്പോസ്ഫിയറിലുള്ളത്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് വീതം കുറഞ്ഞു വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഹൈ റേഞ്ചസ് ആണ്, ഹില്ലി റീജിയൻസ് ആണ്, അല്ലെങ്കിൽ സീ ലെവലിന് ഒരുപാട് ഉയരത്തിലുള്ള പ്രദേശമാണ്. അപ്പോൾ ഉയരം കൂടുന്തോറും ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത എന്താ? ടെമ്പറേച്ചർ ഡിക്രീസസ്, അല്ലേ? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും 1 ഡിഗ്രി സെൽഷ്യസ് വീതം ഫോർ ഈച്ച് 165 മീറ്റേഴ്സ് ഓഫ് ആൾട്ടിറ്റ്യൂഡ്. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് വീതം ടെമ്പറേച്ചർ കുറഞ്ഞു വരുമെന്ന് നമ്മൾ ഇപ്പം മനസ്സിലാക്കി. അതാണ് നോർമൽ ലാപ്സ് റേറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ പൊതുവെ എന്താവുന്നത്? കുറഞ്ഞ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഒരു ചോദ്യം കൂടി എവിടെയുണ്ട്. എസ്റ്റിമേറ്റ് ദി ടെമ്പറേച്ചർ അറ്റ് ആനമുടി. ആനമുടിയുടെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് 2695 മീറ്റർ ഇഫ് ദി സീ ലെവൽ ടെമ്പറേച്ചർ ഈസ് ഗിവൻ ആസ് 32 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതായത് സീ ലെവൽ ടെമ്പറേച്ചർ എത്രയാണ്? 32 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആനമുടി എന്ന് പറയുന്ന പ്രദേശത്തെ, ആനമുടി നമുക്കറിയാം പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്, ഏറ്റവും ഉയരം കൂടിയ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഇന്ത്യൻ പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി, അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ഇത് ആനമുടി എന്ന് പറയുന്നത്. നമ്മുടെ ഇടുക്കിയിലാണ്, മൂന്നാറിലാണ്. ഓക്കെ, അപ്പോൾ ഈ ആനമുടി എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. സീ ലെവൽ ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 2695 മീറ്റർ ഹൈറ്റുള്ള ആനമുടിയിലെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? അതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സമുദ്രനിരപ്പിൽ താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആണ് എങ്കിൽ ആനമുടിയിലെ താപനില, ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. നമ്മൾ പറഞ്ഞു നമുക്ക് തന്നിട്ടുള്ള ആനമുടിയിലെ ഹൈറ്റ് എത്രയാണോ? 2695 ആണ്, 2695 ആണ്. സീ ലെവൽ ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്, ഓരോ 165 മീറ്റർ ഹൈറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? 1 ഡിഗ്രി സെൽഷ്യസ് വീതം ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, തന്നിട്ടുള്ള ഹൈറ്റ്, ആനമുടിയുടെ ഹൈറ്റ് 2695 ആണ്. അപ്പോൾ 2695 നമ്മൾ എന്ത് ചെയ്യുക? അതിനെ 165 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡഡ് ബൈ 165. 2695 എന്ന് പറയുന്ന ആനമുടി എന്ന പ്രദേശത്തെ ആ ഹൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ആ ആൾട്ടിറ്റ്യൂഡിനെ നമ്മൾ 165 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഓരോ 165 മീറ്റർ ഹൈറ്റ് കൂടുന്തോറും 1 ഡിഗ്രി ടെമ്പറേച്ചർ കുറയാണല്ലോ, 1 ഡിഗ്രി സെൽഷ്യസ് വീതം കുറയാണ്. അപ്പോൾ എത്ര 165 ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. അത്രത്തോളം 1 ഡിഗ്രി വീതം ഇങ്ങനെ കുറയും. 2695 എത്ര 165 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതേപോലെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16.333 അങ്ങനെ പോകും. ഓക്കെ, ഒരു റൗണ്ട് ഫിഗർ അല്ല, 16.33 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2695 ഡിവൈഡഡ് ബൈ 165 എന്ന് പറയുമ്പോൾ ആൻസർ അവിടെ നമുക്ക് 16.333 അങ്ങനെ പോകും. അപ്പൊ നമ്മൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? 16 ആക്കാം. ഓക്കെ, റൗണ്ട് ചെയ്ത് നമുക്കതിനെ 16 ആക്കാം. ഓക്കെ, അപ്പോൾ 16 എന്തുണ്ട്? 165. ഓക്കെ, 2695, 2695 എന്ന് പറയുന്ന ഈ ഒരു ഹൈറ്റിൽ, ഈ ഒരു ഫിഗറിൽ 16 തവണ എന്ത് വരുന്നുണ്ട്? 165 വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഓരോ 165നും, ഓരോ 165 മീറ്ററിനും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 165 മീറ്ററിനും ഓരോ 165 മീറ്ററിന് എന്ത് ചെയ്യുന്നുണ്ട്? 1 ഡിഗ്രി സെൽഷ്യസ് വീതം ടെമ്പറേച്ചർ കുറയുന്നുണ്ട്, 1 ഡിഗ്രി സെൽഷ്യസ് വീതം. അപ്പോൾ 16 തവണ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ചെയ്യണം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള സീ ലെവൽ ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 32 ഡിഗ്രി സെൽഷ്യസ് എന്ന് 16 ഡിഗ്രി നമ്മൾ മൈനസ് ചെയ്യുക, അത്രേ പണിയുള്ളൂ. എന്താണ് അടുത്ത സ്റ്റെപ്പ്? 32 എന്ന് പറയുന്ന സീ ലെവൽ ടെമ്പറേച്ചർ, 32 മൈനസ് 16 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി?
32 16 പോയാൽ എത്രയാ? നേരെ പകുതിയാണ്. ആൻസർ എത്ര കിട്ടും? 16 ഡിഗ്രി എന്ന് കിട്ടും. 32 മൈനസ് 16, 32 മൈനസ് 16, നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. സോ 16 ഡിഗ്രി സെൽഷ്യസ് ആണ് എവിടുത്തെ ടെമ്പറേച്ചർ? ആനമുടിയിലെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം എന്താ? ചെയ്ത കാര്യം പ്രത്യേകിച്ച് ഒന്നുമില്ല, എളുപ്പമുള്ള സ്റ്റെപ്സ് ആണ്. നമ്മുടെ ആനമുടിയിലെ ടെമ്പറേച്ചർ ആണ് നമുക്ക് കാണേണ്ടത്. സീ ലെവൽ ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആനമുടിയുടെ ഹൈറ്റ് 2695 ആണ് തന്നിട്ടുള്ളത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ നമ്മൾ 2695നെ 165 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എത്ര 165 ഉണ്ട്? നമുക്ക് ആൻസർ 16.333 അങ്ങനെ കിട്ടി. നമ്മൾ റൗണ്ട് ആക്കി 16 എടുത്തു. അപ്പോൾ 16 തവണ എന്തുണ്ട്? 165 പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓരോ 165നും നമ്മൾ 1 ഡിഗ്രി വീതം കുറയ്ക്കുമ്പോൾ 16 165ന് എത്ര ഡിഗ്രി കുറയ്ക്കണം? 16 ഡിഗ്രി കുറയ്ക്കണം. സോ തന്നിട്ടുള്ള ടെമ്പറേച്ചർ 32 ഡിഗ്രി മൈനസ് 16 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 16 കിട്ടി. 32 16 ആണ് നമുക്ക് കിട്ടിയത്. ആ 16നെ മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? നമുക്ക് 16 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. ആനമുടിയിലെ ടെമ്പറേച്ചർ എത്രയാണ്? ആനമുടിയിലെ ടെമ്പറേച്ചർ 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ കണക്കുകൾ. അപ്പോൾ വീണ്ടും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് മടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞു? 2 ലെയേഴ്സിനെ നമ്മൾ നോക്കി. ട്രോപ്പോസ്ഫിയർ നോക്കി, അതേപോലെ തന്നെ ഒറ്റ ലെയർ നമ്മൾ നോക്കിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഒറ്റ ലെയർ നോക്കിയിട്ടുള്ള ട്രോപ്പോസ്ഫിയർ നോക്കി, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കി, അതിൽ നോർമൽ ലാബ്സ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിലേക്ക് ബാക്കിയുള്ള ലെയേഴ്സൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. സ്ട്രാറ്റോസ്ഫിയർ, അതേപോലെ മിസോസ്ഫിയർ, ഏറ്റവും അവസാനം തെർമോസ്ഫിയർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ചിത്രം കാണാം. ഓരോ ലെയറിൻ്റെയും ഫീച്ചേഴ്സ് ഒക്കെ ഇലസ്ട്രേറ്റ് ചെയ്യുന്ന, നമുക്ക് ഒരു വരച്ച് കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു ചിത്രം കാണാൻ പറ്റും. അപ്പോൾ ബാക്കി ലെയേഴ്സും കൂടിയൊക്കെ പറഞ്ഞ ശേഷം നമ്മളിപ്പോൾ ട്രോപ്പോസ്ഫിയർ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ റെയിൻ കാണാം നിങ്ങൾക്ക്, അതേപോലെ തന്നെ ഒരു ക്ലൗഡ് കാണാം അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള ക്ലൗഡ് ഫോർമേഷനും അതേപോലെ റെയിൻ, വിൻഡ്, ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഇതൊക്കെ ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇമേജ് കൂടി ഇവിടെ കൊടുത്തത്. അതേപോലെ ഒരു വിമാനം പറന്നു പോകുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അതെവിടെയാണ്? അത് ഈ അടുത്ത ലെയറിലാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണുന്നത്. ട്രോപ്പോപാസിന്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വിമാനങ്ങളൊക്കെ പറക്കുന്നു. അതേപോലെ ഓസോൺ ലെയറിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓസോൺ ലെയറും അതേപോലെ വിമാനങ്ങളൊക്കെ പറക്കുന്നതൊക്കെ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണോ? ആ ലെയറിൽ കൂടിയാണ് നമുക്ക് ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.